നല്ല സോഫ്റ്റും ടേസ്റ്റുമായ പഞ്ഞി പോലുള്ള കോക്കനട്ട് ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇപ്പം ഞാനിത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പോ ചോറോ ഒന്നും ചേർക്കാതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ കൂട്ടുകാരാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി 1 കപ്പ് അളവിലുള്ള പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചരിയാണ്. ഇനി അതിലേക്ക് 1 സ്പൂൺ അളവിലുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊരു 4 പ്രാവശ്യമെങ്കിലും ഒന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഇത് 4 പ്രാവശ്യം കഴുകി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കുതിരാൻ വെക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം തന്നെ ഉപയോഗിച്ചെങ്കിൽ ഇത് ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച്. ഇനി നമ്മൾ ഒരു 4 മണിക്കൂർ ഇത് വെക്കണം. അപ്പോൾ ഞാൻ രാവിലെ 6 മണിക്കാണ് ഞാനിത് കുതിരാനിട്ടത്. അപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നോക്കിയിട്ടുണ്ട്, ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം ഈ അരിയും ഉലുവയും കൂടെ ഇതിനകത്തേക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് അളവിലുള്ള തേങ്ങ, ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം 1/4 സ്പൂൺ അളവിലുള്ള ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മുഴുവനായിട്ട് നമുക്കതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മൾ സാധാരണ അപ്പത്തിനും ദോശയ്ക്കൊക്കെ അരച്ചെടുക്കുന്ന രീതിയിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട, ഇത് കറക്റ്റ് വെള്ളമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് ഒരു 7-8 മണിക്കൂർ വെക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അത് നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം അതായത് രാത്രിയിൽ ഒരു 7:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടത് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരുവിധം ഒന്ന് പൊങ്ങിയിട്ടുണ്ട് ആ മാവ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേണം ഒരു അല്പം പഞ്ചസാര കൂടെ ചേർത്താൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചേർക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നോക്കൂ, ഒത്തിരി ബബിൾസ് അല്ലല്ലോ, ഹോൾ ഇതിനകത്ത് വന്നു തുടങ്ങുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഒരു രീതിക്ക് ഇത് വരണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളിനി മറിച്ചിടുകയൊന്നും വേണ്ട. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോകും. അതായത് ആ ഹോൾസൊക്കെ അടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് മറിച്ചിടണ്ട. കണ്ടല്ലോ, ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ ദോശ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി കോക്കനട്ട് ദോശ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടുതൽ ചേർത്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കണം കേട്ടോ.